ചില ഗേൾസ് ഉണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും കുടുംബത്താണെങ്കിലും പുറത്താണെങ്കിലും ചിലവര് പ്രതികരിക്കില്ല. എന്താണെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പ്രതികരിച്ച എന്തായിരിക്കും എന്നുള്ളൊരു പേടി കാരണം ചിലരൊന്നും പറയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിന്റെ ഒരു മെയിൻ ഇതാണ് ഇതിൻ്റെ അകത്ത്. ഏറ്റവും വലിയ പടങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ചെറിയ പടത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു അജിയേട്ടൻ മുന്നിൽ പോയി നിൽക്കുക എന്നുള്ള പരിപാടിയൊക്കെ. പക്ഷെ നമ്മൾ ഭയന്നിട്ടാണ് നിൽക്കുന്ന അജിയേട്ടൻ മനസ്സിലായി, അജിയേട്ടൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കൂടാക്കി നമുക്ക് എന്ത് സംശയം ഉണ്ടെച്ചാലും അജിയേട്ടൻ ചോദിക്കാം, അജിയേട്ടൻ അതിന് അപ്പപ്പോൾ റിപ്ലൈ തരും. നമ്മൾ ചെയ്ത് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കുമല്ലോ. അതിപ്പോ നമ്മൾ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും അത് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം. അതെ, എല്ലാവരും എടുക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹിറ്റ് ആയി പോകും. എങ്കിലും ഒരാൾക്ക് അത്ര സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവരുന്ന ഒരു മൂവിയാണ്. അപ്പൊ എന്താണെങ്കിലും ഒരു റിവ്യൂ കണ്ടിട്ടാണെങ്കിലും എന്ത് കണ്ടിട്ടാണെങ്കിലും അതിന്റെ ബേസിൽ വന്ന് ആരും പോവാതിരിക്കാനോ കണ്ടിട്ട് ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ പറയുമല്ലോ. നമുക്കൊരു മൂവിയിലേക്ക് അഭിനയിക്കാൻ ഓക്കെ പറഞ്ഞ് ചെന്നിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ ഓഡീഷൻ ഇത്രയും പേര് നിരന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലേ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. വല്ലാത്ത ടെൻഷന്. എനിക്ക് കരച്ചിൽ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഓക്കെ കുഴപ്പമില്ല ചെയ്യാം, നമ്മളെ എടുക്കണം എന്നുള്ളൊരു സംഭവം ഇപ്പൊ സിനിമയിൽ വന്നാലും ആ ഒരു കഥാപാത്രത്തെ അവർ മനസ്സിൽ ഏറ്റെടുക്കണം, നമ്മൾ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയിൽ പോവും. അല്ലാതെ ഇപ്പോൾ ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. എല്ലാ ഒരു ഇതിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മുറിവ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഷാരൂഖ് ആൻഡ് സോന. വെൽക്കം. സോ മുറിവ് ഈ ജൂൺ 14 റിലീസ് ആവുകയാണ്. ന്യൂ ഫേസസിനെ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമയാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പം നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു ഫലമായിട്ട് ഇപ്പം മുറിവ് ഇറങ്ങുകയാണ്. സിനിമയെ പറ്റിയും നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയും എന്താ പറയാനുള്ളത്? എന്താ പറയാ, മുഴുവൻ എന്ന സിനിമയില് ഇതിലൊരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ഈ കാലത്ത് നടക്കുന്ന ഫാമിലി നടക്കുന്ന ചില കാരണത്താൽ ചില ആൾക്കാർക്ക് പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളും അങ്ങനത്തെ കുറച്ച് മെസ്സേജ്. ഇപ്പം ഈ സിനിമയാണെങ്കിലും എല്ലാവരും പോയി കാണേണ്ട സിനിമയാണ്. കാരണം നമ്മുടെ ഫാമിലീസിൽ പെൺമക്കളുള്ളവർക്ക് പ്രത്യേകിച്ച് കാണേണ്ടതാണ്. കാരണം കുറേ പെൺപിള്ളേർ ഒന്നിലും പ്രതികരിക്കാത്തയും, എന്ത് സംഭവിച്ചാലും ചിലർ പ്രതികരിക്കില്ല, ചിലർ പ്രതികരിക്കും. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളൊരു സംഭവം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നല്ലൊരു കണ്ടന്റ് ഉള്ള സിനിമയത് എന്തായാലും മസ്റ്റായിട്ട് കണ്ടിട്ടിരിക്കണേ. കാരണം ഇപ്പം ചില ഗേൾസ് ഉണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും കുടുംബത്താണെങ്കിലും പുറത്താണെങ്കിലും ചിലവർ പ്രതികരിക്കില്ല. എന്താണെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പ്രതികരിച്ച എന്തായിരിക്കും എന്നുള്ളൊരു പേടി കാരണം ചിലരൊന്നും പറയത്തില്ല. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഒരു മെയിൻ ഇതാണ് ഇതിൻ്റെ അകത്ത്. ആൻഡ് ഇപ്പം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് മുറിവ് ദി സൈൻ ഓഫ് ദി സൈക്കോ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഒരു സൈക്കോ ത്രില്ലർ സർവൈവൽ സിനിമയാണ്. ആക്ഷൻ സൈക്കോ ത്രില്ലർ. ഒരുപാട് ആക്ഷൻ സീനൊക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. എന്തായാലും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം. ഇപ്പൊ പറഞ്ഞു ഈ പെൺമക്കളുള്ള വീടുകളിലും അങ്ങനെയുള്ള കുട്ടികളും ഒരുപാട് കാണേണ്ട സിനിമയാണെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോ റീസെന്റ് ആയിട്ടും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും ഈ സിനിമയ്ക്ക് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്? അതിപ്പോ എല്ലാം എങ്ങനെയാ ഡിഫറെന്റ് ഉണ്ട്. പെൺകുട്ടികൾ ഇപ്പോൾ സൈലന്റ് ആയിരിക്കുന്നതും ഓക്കെയാണ്. പക്ഷെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ ആണോ? അല്ല, കഥ പഴയ കഥ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കഥ പറയേണ്ടി വരും. ഇല്ല, ഇപ്പൊ ചില സിനിമയില് പ്രതികരിക്കുന്ന ചില അമ്മമാരൊക്കെ ആയിരിക്കും കൂടുതലും മുൻനിരയിൽ നിൽക്കുന്നത്. ഇതിലിപ്പോ ഇപ്പൊ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കരാട്ടെ സംഭവം കണ്ടിട്ടുണ്ടല്ലോ. അതിപ്പോ നമ്മൾ പഠിച്ചു വെക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഉപയോഗമാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചില സിനിമയിൽ പെൺമക്കള് ഇച്ചിരി ഒതുങ്ങിയിരിക്കുന്നത് പ്രതികരണം മാത്രമാവും, സംസാരം കൊണ്ടുള്ള പ്രതികരണമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഒരു വ്യത്യാസം ഇതിൻ്റെ അകത്ത്. കരാട്ടെ പഠിച്ച് തിരിച്ചടിക്കുക, നമ്മളെ ഇതാക്കിയ തിരിച്ച് എന്താ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന എങ്ങനെയാണോ ആ രീതിയിൽ പ്രതികരിക്കുന്ന പോലെ. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത ഒരു സിനിമയാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് അജയ് വാസുദേവ് ആണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹം ഈ സിനിമയിലേക്ക് വരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ അറിഞ്ഞൊരു മൊമെന്റ് ഇല്ലായിരുന്നു? അത് എങ്ങനെയായിരുന്നു?
എനിക്ക് കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൊക്കേഷനിൽ പോയി പക്ഷെ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഞങ്ങൾ ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവും. കാരണം ഞമ്മക്കും ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അത് നമുക്ക് കണ്ട് പഠിക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ഞങ്ങൾ സാറിന്റെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പോവാതിരിക്കാനും പറ്റില്ല. ആളൊരു വലിയൊരു ഡയറക്ടറാണ്. ടെൻഷൻ ഉണ്ടായി, പേടിയുണ്ടായി, കൂടെ അവിടെ നിൽക്കാൻ പോലും നല്ല അജയേട്ടൻ വലിയ പടങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ചെറിയ പടത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു അജയേട്ടൻ മുന്നിൽ പോയി നിൽക്കുക എന്നുള്ള പരിപാടിയൊക്കെ. പക്ഷെ നമ്മൾ ഭയന്നിട്ടാ നിൽക്കുന്ന അജയേട്ടൻ മനസ്സിലായി അജയേട്ടൻ ഇങ്ങോട്ട് വന്ന് നമ്മളെ കൂടാക്കി നമുക്ക് എന്ത് സംശയം ഉണ്ടെച്ചാലും അജയേട്ടൻ ചോദിക്കാം. അജയേട്ടൻ അതിന് അപ്പപ്പോ റിപ്ലൈ തരും. അജയേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവർക്കും. ഈ ആക്ടിങ്ങിൽ ഓരോരോ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നോ? ഇതിപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ചില്ലല്ലോ, പക്ഷെ കൂടെ അഭിനയിച്ചവർക്കുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ നിന്ന് ചെയ്യണം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്തോളാം, അപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്താൽ മതി. അതെ, കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുമെന്ന് റിയാദിക്ക പറഞ്ഞിട്ടുണ്ട്, മീൻസ് എന്റെ ഹീറോ. അപ്പൊ ആളുടെ കൂടെയുള്ള കോമ്പിനേഷനിൽ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. ചില കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല സപ്പോർട്ടീവ് ആണ്. പക്ഷെ കാണുമ്പോൾ നല്ല പേടി തോന്നും. കാണുമ്പോൾ കുറച്ച് ആള് ഭയങ്കര ഹാർഡാണ്. അയ്യോ അടിപൊളി, നല്ല കമ്പനിയാ. ബാക്കിയുള്ള ഇപ്പം ഒരു കൂടുതൽ പേരും ഇതില് പുതിയ ആൾക്കാർ തന്നെയാണ്. അതെ, പിന്നെ നമ്മുടെ ഒരു റൈറ്റർ നിഷാദ് കോയ, ആ സാറും ഉണ്ട്. ആള് പുതിയതാണെങ്കിലും ആളും നല്ല രീതിക്ക് എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ട്. വേറെ പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ലീഡ് ക്യാരക്ടറായിട്ട് വരുന്ന ആദ്യ പടം ഇതായിരിക്കും എല്ലാവരും. ഈ പുതിയ താരങ്ങളെ വെച്ചൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ഡിസ്കഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. പുതിയ സിനിമകൾ അങ്ങനെ പുതിയ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ അങ്ങനെ നല്ല ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തിങ്കളാഴ്ച നിശ്ചയം തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് ഡയറക്ടറും ആ സമയത്ത് പുതിയതായിരുന്നു, ആക്ടേഴ്സും പുതിയത്, ഫെമിലിയർ അല്ലാത്ത ആക്ടേഴ്സ് ആണ്. പക്ഷെ അത് വലിയൊരു ലെവലിൽ അത് കയറി. ഇപ്പൊ നമ്മളെ പോലെ പുതിയ ആൾക്കാരെ വെച്ച് എടുത്തതിൽ നമ്മുടെ സാറിനാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മളെ വെച്ച് അത്ര റിസ്ക് എടുത്തല്ലോ. പിന്നെ ആൾക്കൊരു കോൺഫിഡന്റ് ഉണ്ടായി, ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് എന്നോട് വെച്ചിട്ട് സോന അത് അങ്ങനെയല്ല, നീ കുറച്ചും കൂടി അതിനായിട്ടൊന്ന് ഉള്ളിലേക്ക് അത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യും, നമുക്ക് അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഇത് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിന്റെ കാര്യം നമ്മൾ ചെയ്ത് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കുമല്ലോ. അതിപ്പോ നമ്മൾ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരൊന്നും ഇല്ല, എല്ലാരും അത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതെ, എല്ലാരും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹിറ്റ് ആയി പോകും. ഇതുപോലെ അധികം സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും സിനിമ ഉണ്ടോ നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? അതിപ്പോ ഒരുപാടുണ്ട്, എടുത്തു പറയാൻ ഓർമ്മ കിട്ടുള്ള ഏതൊക്കെയാണ്. ഫെസ്റ്റിവൽ മൂവീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ടൈപ്പ് മൂവീസും എനിക്ക് ഇഷ്ടം. എല്ലാം കാണും അങ്ങനെ ഇല്ല, നമ്മ എല്ലാം കാണും. അതിപ്പോ നമ്മൾക്ക് ഇഷ്ടപ്പെടണം, എല്ലാം ഒരു ഇതുപോലെ ഇരിക്കുമല്ലോ. നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോയി കാണാതിരുന്നാൽ മതി. എന്താണെങ്കിലും ഒരാൾക്ക് അത്ര സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവരുന്ന ഒരു മൂവിയാണ്. അപ്പൊ എന്താണെങ്കിലും ഒരു റിവ്യൂ കണ്ടിട്ടാണെങ്കിലും എന്ത് കണ്ടിട്ടാണെങ്കിലും അതിന്റെ ബേസിൽ വന്നാലും പോവാതിരിക്കാനോ കണ്ടിട്ട് ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്താണെങ്കിലും ഓരോ ആളുകൾക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ റിവ്യൂയുടെ കാര്യത്തിനാണെങ്കിലും റിവ്യൂ കണ്ടിട്ട് നമ്മൾ പോയി കാണാതിരിക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം പലരും, ഞാൻ ഫസ്റ്റ് ടൈമിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ബാക്കിൽ നടക്കുന്ന ഷൂട്ടും കാര്യങ്ങളും സ്ട്രഗിളിങ്ങും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കണേന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീട് ഞാൻ ഒരിക്കലും ഒരു മൂവി ഞാൻ ഒരാൾ ജഡ്ജ് ചെയ്തതിന്റെ ബേസിൽ ഞാൻ പോയി കാണാതിരിക്കാൻ ഒന്നിനും നിന്നിട്ടില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് എന്താ തോന്നിയ വ്യൂസ് അത്രേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ചോദിക്കും കണ്ടിട്ട് എങ്ങനെയുണ്ട്, കണ്ടിട്ട് നോക്ക്, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഞാനായിട്ട് പറഞ്ഞിട്ട് അറിയില്ല, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതേ ഞാൻ പറയാറുള്ളൂ. ഒരിക്കലും ഒരു മൂവിയും മോശമായിട്ട് പറയരുതെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. ഷാരൂഖിനും അതേ അഭിപ്രായമാണോ? അല്ല, നമ്മുടെ റിവ്യൂ ആയിരിക്കില്ല ഇദ്ദേഹത്തിന്റെ റിവ്യൂ. ചില ആൾക്കാർക്ക് പറ്റിയായിരിക്കും, ചില ആൾക്കാർക്ക് തീരെ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാ പടത്തിലും ഇപ്പം എന്നെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ആക്ടർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം എന്നെ ബേസ് ചെയ്തിട്ട് ഒരു പടം പൊട്ടിയാൽ പോലും ആ പടത്തിൽ നമുക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാവും. ചെറുതാണെങ്കിൽ ചെറുതായാലും അത് നമുക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന പടം എന്നൊന്നുമില്ല, ഞാൻ എല്ലാ പടങ്ങളും കാണും. ഇപ്പോൾ ആക്ടർ ആവാൻ ശ്രമിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാകും, അതുപോലെ പറയാനുള്ള ഒരു ബാക്ക് സ്റ്റോറി ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും പടങ്ങൾ കാണുക, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക.
സോനയും ഭയങ്കര ആക്ടിങ് ആസ്പിറന്റ് ആയിട്ടുള്ള ഒരാളല്ലേ? ആ, അപ്പോ അതിനു വേണ്ടിയിട്ടുള്ളൊരു അതിനൊരു ഞാൻ അതിനായിട്ട് വേറെ ഓടി നടന്നൊന്നുമല്ല. പക്ഷെ ഞാൻ സിനിമയും സീരീസ് അങ്ങനത്തെ എന്ത് ഫോണിൽ എന്തുണ്ടെങ്കിലും ഞാൻ കുത്തിയിരുന്ന് കാണും. മീൻസ് അവരുടെ ആക്ടിങ് നമ്മളിപ്പോൾ റീൽസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് കുറേ ടേക്കൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ റീൽസ് ഇടുന്നത്. അത് ശരിയായില്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ഓക്കെ എന്ന് തോന്നുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പം അതുപോലെ ഏതൊരു സിനിമ എന്ത് കണ്ടിട്ടാണെങ്കിലും അവർ ചെയ്ത എക്സ്പ്രഷൻ എല്ലാം ഓർത്ത് വെക്കും. പിന്നെ നമുക്ക് വരുന്ന രീതിയിലല്ലേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരാളെ പോലെ അതേ രീതിയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാവോ, ഇടയ്ക്ക് ചമ്മലവും അയ്യോ എന്നുള്ളൊരിത് വരും. പക്ഷെ റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് ആഗ്രഹമുള്ളിടത്താണല്ലോ എല്ലായിടത്തും ഒരു പ്രതീക്ഷ എല്ലാ സംഭവവും വരുന്നത്. അപ്പം അതിനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഓഡീഷൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്തെങ്ങാനുമാണ് 2-3 പോയേക്കുന്നത്. അപ്പോൾ അതിൽ പോലും പോയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നപ്പോൾ ഞാൻ സാർ ഞാൻ ഓഡീഷൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല, ടെൻഷൻ ഉണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ ചെയ്തോ ഇൻട്രൊഡക്ഷൻ വരെ പറയാൻ എനിക്ക് ടെൻഷനായിരുന്നു. നമുക്കൊരു മൂവിയിലേക്ക് അഭിനയിക്കാൻ ഓക്കെ പറഞ്ഞ് ചെന്നിട്ട് അവർ പറഞ്ഞു തരുമ്പോൾ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷെ ഓഡീഷൻ ഇത്രയും പേര് നിരന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലേ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ വല്ലാത്ത ടെൻഷനാണ്. എനിക്ക് കരച്ചിൽ വരെ വന്നിട്ടുണ്ട്. ഞാൻ ഓക്കെ കുഴപ്പമില്ല ചെയ്യാം, അവരില്ല കുഴപ്പമില്ല ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് അറിയില്ല, ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞു തരുമോ, ഞാനത് പറയാം എന്നൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലൂടെ പിന്നെയും പഠിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ നോക്കിയിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഒരു സിനിമയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവസരങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല, നമ്മൾ ആ ഒരു ഫ്ലോയിൽ പൊക്കോളുന്നു. പക്ഷെ അതേസമയം തന്നെ പലരും പറയാറുണ്ട് അങ്ങനെയല്ല, ഓരോ സിനിമയ്ക്ക് ആ ക്യാരക്ടറിന് ചേരുന്ന അതത്രേ ഉള്ളൂ. ഇപ്പൊ അവരൊരു കഥ എഴുതി കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് പറ്റിയ ഫേസ്, അതിന് പറ്റിയ ഒരു ഫിഗർ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കുള്ളൂ. അല്ലാതെ ഇന്നൊരാൾ ഇത്ര ആക്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊരു ക്യാരക്ടറിന് നമ്മളുടെ ഫേസും നമ്മുടെ ഒരു ഫീച്ചേഴ്സും ഓക്കെയാണ്, ഇന്ന ആൾക്ക് ഇന്ന ഇതാണ് പറ്റുന്നത് എന്നുള്ളൊരു ഇത് തോന്നുമ്പോൾ അവരെടുക്കും. അതല്ലാതെ ഇന്നയാൾ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ചിലവരങ്ങനെ എടുക്കുന്നവരുണ്ട്. പക്ഷെ ആക്ടിങ് ഉണ്ടായിട്ട് പോരാ, നമുക്ക് ആ ഒരു കഥാപാത്രത്തിന് ചേർന്ന ഫിഗർ ആയിരിക്കണം. അത് എനിക്കങ്ങനെയായിട്ടാണ് തോന്നിയേക്കുന്നത്. കാരണം ചില ഓഡീഷൻ ആണെങ്കിലും ഇപ്പം ഞാൻ അടുത്ത മൂവി ചെയ്യുന്നുണ്ടായിരുന്നു, അതിലും ഞാൻ അവരുടെ ക്രൂവിൻ്റെ കൂടെ തന്നെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർ ഓഡീഷൻ വെച്ചപ്പോഴും ഞാൻ കൂടെ ഉണ്ടായി. ഓരോരുത്തർ വരുമ്പോഴും ഓരോരുത്തർ ചെയ്തിട്ട് പോകുമ്പോഴും ഞാനപ്പോൾ ആലോചിക്കും ഞാൻ ഇതുപോലെ നിന്നിട്ടുള്ളതാണല്ലോ എന്നൊക്കെ ആലോചിച്ചില്ല. അപ്പോൾ അവർ ചെയ്തിട്ട് പോകുമ്പോൾ ചിലവർ ഓക്കെ നമുക്ക് എഴുതിയിടാം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് അവരെടുക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ ഉദ്ദേശിച്ച കഥാപാത്രത്തിന് പറ്റിയ ആളായിരിക്കണം. അങ്ങനെയുള്ളത് മാത്രമേ അവർ സെലക്ട് ചെയ്തെടുക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ എടുക്കണം എന്നുള്ളൊരു സംഭവം ഇപ്പോൾ സിനിമയിൽ വന്നാലും ആ ഒരു കഥാപാത്രത്തെ അവർ മനസ്സിൽ ഏറ്റെടുക്കണം, നമ്മൾ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലോയിൽ പോവും. അല്ലാതെ ഇപ്പോൾ ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ഒരു ഇതിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ അവസരങ്ങൾ നഷ്ടമാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും റിജക്ഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതുണ്ടാവുമല്ലോ ഈ ഒരു ഫീൽഡിൽ അത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. നമുക്ക് കുറെ പേര് നടക്കുമല്ലേ, നമ്മൾ കുറച്ച് പേരല്ലല്ലോ ഈ ഫീൽഡിൽ. ഒരുപാട് പേര് ഓഡീഷന് പോയാൽ തന്നെ 500-1000 പേരൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ ലക്കാണ്. അപ്പം അതിലൊക്കെ ഇടയ്ക്ക് നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ച് തന്നിട്ട് കിട്ടിയില്ല എന്നുള്ള സംഭവം. പിന്നെ ഓർത്ത് വേണ്ട, നമുക്ക് വിധിച്ചിട്ടില്ല, ഇതിലും ബെറ്റർ കിട്ടാനുണ്ടാവും എന്നുള്ളൊരിത്. ഈ ഒരുപാട് ലീഡായിട്ടുള്ള വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഫേസസ് തന്നെ ആയിരിക്കും അതിലുള്ളത്. സൂപ്പർ സ്റ്റാറുകൾ വെച്ചിട്ടുള്ള സിനിമകളിൽ പോലും അതിലെ ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്യാനായിട്ട് പോലും നല്ല ഫെയിമുള്ള ഒരു ആക്ടറിനായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം അതിലൊക്കെ നിങ്ങൾക്കൊരു വിഷമം തോന്നാറില്ല? നമ്മൾ ഇത്രയും ആക്ടിങ്ങിന് വേണ്ടി നോക്കുന്നു, നല്ല രീതിക്ക് അല്ലെ, ഭാഗ്യം പോലെ എനിക്ക് പല വിഷമവും തോന്നിയിട്ടുണ്ട്. അതെ, ആഗ്രഹിക്കാതിരിക്കില്ലല്ലോ, കാരണം നമ്മൾ അതിനായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തായാലും വിഷമം തോന്നിയിട്ടുണ്ട്. അതില് എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സിനിമ കാണുമ്പോൾ ഓഫ് ഇതിന് വരെ ഞാനുണ്ടായ പോലെ എന്തിന് ഇതിനൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അവർക്കെല്ലാം ഒരു ഭാഗ്യം വിധി അങ്ങനെ ഒരു ഇതിൽ എടുത്തു. ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ ഇതിന് പകരം ഞാൻ അഭിനയിച്ചാൽ മതിയായിരുന്നു, അതുപോലെ ഈ റോള് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയ ഒരു സിനിമയും ഒരു ക്യാരക്ടറും പറയാൻ പറ്റുമോ? കമ്പാരിസൺ ആയിട്ടല്ല, പക്ഷെ ഈ റോള് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയത്. അങ്ങനെ ചോദിച്ചപ്പോ ഏത് സിനിമ എടുത്ത് പറയാം. കാരണം കുറെ സിനിമ കാണുമ്പോഴും
ചില ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ചെയ്യാൻ പറ്റൂലേ, നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ വന്ന എന്താ, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ഏത് സിനിമ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞ കമ്പാരിസൺ അല്ല, അല്ലാതെ നമ്മൾ ചെയ്താൽ നമുക്ക് നന്നായിരിക്കും, പേഴ്സണലി നമുക്ക് നന്നായിരിക്കും എന്ന് തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ എടുത്തോടെ എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ. കാരണം നമുക്കിപ്പോ തോന്നിയ കാര്യം മനസ്സിലുണ്ടെന്നുള്ളൂ. പക്ഷെ സിനിമയും ക്യാരക്ടർ നമ്മള് സൂക്ഷിച്ച് ഓർത്ത് വെക്കണ്ടല്ലോ. നമുക്ക് അതിലും ബെറ്റർ വേറെ കിട്ടുമെന്നുള്ളൊരു ഓപ്ഷൻ ആണല്ലോ. അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് അങ്ങനെ രണ്ടുപേർക്കും സെയിം ഒപ്പീനിയൻ. എന്താടാ പറയടാ. അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നുമെന്നുള്ളതല്ല. അല്ല, നമുക്കിപ്പോ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കാം ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ലക്ക് പോലെ ഞാൻ ക്യാരക്ടറിന്റെ മാത്രമല്ല, എനിക്ക് ഹോർഡിങ്സ് വരുന്ന പോസ്റ്റർ വരുമ്പോ പോലും ഞാൻ പറയും എന്താടാ നമ്മളിരുന്നിട്ട് ഇവരെ കൊണ്ടൊന്ന് കയറ്റിട്ട് നമ്മളെ കൊണ്ട് നമ്മളെടുത്തൂടെ. ചിലവർക്ക് ഓരോ ഇതിനും ഓരോ ഇതുണ്ടല്ലോ, ഇന്ന ക്യാരക്ടറിന് ഇന്ന ആള് വേണം, ഇന്ന പോസ്റ്ററിന് ഇന്ന ആള് തന്നെ വേണം എന്നൊരു അവര് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെ, എല്ലാരും കഷ്ടപ്പെടുന്ന പോലെ ഇരിക്കും. സത്യം, എല്ലാവർക്കും ഒരു വെള്ളിയാഴ്ച വരും, അതെ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമകളിൽ ഇപ്പം സ്ത്രീ സാന്നിധ്യം കുറയുന്നതായിട്ട് അടുത്തിടെയായിട്ടുള്ളൊരു ചർച്ചയാണ്. ആസ് എ ഫിലിം ആസ്പിറന്റ് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പം ഇനിയുള്ള കാലത്തിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ? ഈ ഒരുപാട് സ്ത്രീകളുണ്ട് അഭിനയത്തിന് വേണ്ടിയിട്ടും സിനിമയ്ക്ക് വേണ്ടിയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നാണ് തോന്നിയിട്ടുള്ളത്? അതിപ്പോ ഒരു കഥക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ, അല്ലാണ്ട് കുത്തി കയറ്റിട്ട് കാര്യമില്ലല്ലോ. മഞ്ഞമ്മൽ ബോയ്സിലെ ഫുള്ള് ബോയ്സ് അല്ലേ ഉള്ളു, ആകെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു സ്ത്രീനെ ലീഡായിട്ട് അധികം ഇടാൻ പറ്റില്ല. ഒരു കഥയുടെ ഒരു ഇതനുസരിച്ചിരിക്കും ഗേൾസ് വേണോ വേണ്ടേ എന്നുള്ളൊരു സംഭവം. അതിനോടൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു ഡയറക്ടർ ഒരു സിനിമ ഇറക്കുന്ന അത്രയും കഷ്ടപ്പെട്ട ഒരു കഥ എഴുതിയിട്ടാ. ആ കഥക്ക് പറ്റിയ ആൾക്കാരെ മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. വെറുതെ ഇന്ന പെണ്ണില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്ന വെറുതെ എടുത്ത് വെക്കാൻ പറ്റില്ല. സിനിമകൾ ഇപ്പൊ കുറയുന്നു എന്ന് തോന്നിയിട്ടില്ല? ഇല്ല, വരുന്നുണ്ട്. ഇപ്പൊ പിന്നെയും വന്നിട്ടിരിക്കും. മന്ദാകിനിയിൽ കണ്ടില്ലേ എന്തായിരുന്നു എന്റെ പൊന്ന്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പൊ അമ്മയുടെ ക്യാരക്ടർ ആണെങ്കിലും ലാസ്റ്റ് വന്ന ഫൈറ്റ് ഞങ്ങളവര് അടിക്കുന്നുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പൊ വരുന്നുണ്ട്, ഫീമെയിൽ ഓറിയന്റിൽ വരുന്നുണ്ട്. അതിപ്പോ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അത് ഇച്ചിരി കുറഞ്ഞാലും പിന്നീട് വരും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഭാവിയിൽ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ തോന്നുമായിരിക്കും. ഡയറക്ഷനിലോട്ട് ആക്ടേഴ്സിന് കൂടുതലും നമ്മൾ ആ സെറ്റിൽ നിന്ന് ആ ഒരു ഡയറക്ഷൻ സൈഡിലോട്ട് ഒരു ആഗ്രഹം. എനിക്ക് തോന്നിയത് ഡയറക്ഷനാണ് ഏറ്റവും കൂടുതൽ പണിയെന്ന് തോന്നിയത്. അതെ, സിനിമ മൊത്തം എക്സിക്യൂട്ട് ചെയ്യുന്ന ഡയറക്ടർ ആണല്ലോ. ഭയങ്കര പാടാ നേരിട്ട് കണ്ടോണ്ട്. ഒരു ആഗ്രഹം തോന്നിയോ ഒരു സിനിമ ചെയ്യാൻ? ആഗ്രഹം തോന്നി വെച്ചാ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യുമായിരിക്കും. അപ്പോ മുറിവ് 14-ാം തീയതി റിലീസ് ചെയ്യാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമുക്ക് മെയിനായിട്ട് എന്താ, ഫാമിലി ആയിട്ട് തന്നെ വരിക. എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ടിട്ട് അഭിപ്രായം പറയണം, അതെന്താണെങ്കിലും. ഈ സൈക്കോ പടങ്ങളും ആക്ഷൻ പടങ്ങളും ത്രില്ലർ പടങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. ഇതിലിപ്പോ ആക്ഷൻ ഇത് മാത്രമല്ല, റൊമാൻസ് ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, മെയിൻ കണ്ടന്റ് ഉണ്ട്. അത് എന്തായാലും എല്ലാരും നോക്കി. മൾട്ടി ജോണർ സിനിമയാണ്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം പേരൻസിന് കുറച്ച് ഉപകാരപ്പെടും. അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ ചെന്ന് ജൂൺ 14-ാം തീയതി മുറിവ് എല്ലാരും കാണുക, എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്തായാലും സിനിമ റിലീസ് ആവുന്നു. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇനി വരും സിനിമകൾക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പ്രേയേഴ്സും ഉണ്ടാവണം എല്ലാവരുടെയും. ഉറപ്പായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.